വിഷയം ഖുർആൻ മാനവികതയുടെ ആമുഖം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട അധ്യാപകരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ഈ ഫറാസോ എന്ന പ്രൗഢഗംഭീരമായ വേദിയിൽ എനിക്ക് കിട്ടിയ വിഷയം ലോകത്തിന് മുഴുവൻ വെളിച്ചമായി അവതരിച്ച പരിശുദ്ധ ഖുർആൻ മാനവികതയുടെ ആമുഖം എന്ന മഹത്തായ ആശയമാണ്. ഖുർആൻ വെറും ഒരു മതഗ്രന്ഥമല്ല, അത് മനുഷ്യനെ, അവൻ്റെ ജീവിതത്തെ, അവൻ്റെ ബന്ധങ്ങളെ, അവകാശങ്ങളെ, കടമകളെ എന്നിവയെക്കുറിച്ച് സമഗ്രമായി സംസാരിക്കുന്ന ഒരു മാനവിക വിമോചന രേഖയാണ്. മനുഷ്യൻ ആരാണ്, അവൻ്റെ ലക്ഷ്യമെന്ത്, എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ആമുഖമാണ് ഈ വേദഗ്രന്ഥം. ഖുർആനിന്റെ അടിസ്ഥാന പ്രമേയം മനുഷ്യന്റെ മഹത്വമാണ്. തീർച്ചയായും നാം ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. വർഗം, വർണ്ണം, ഭാഷ, ദേശം എന്നിവയുടെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്നതിനെ ഖുർആൻ ശക്തമായി എതിർക്കുന്നു. സമത്വം, എല്ലാ മനുഷ്യരും ഒരൊറ്റ മാതാപിതാക്കളിൽ നിന്നുള്ളവരാണെന്നും നിങ്ങളിൽ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ ആദരണീയർ നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയുള്ളവനാണെന്നും ഖുർആൻ പറയുന്നു. ഇവിടെ ദൈവഭക്തി മാത്രമാണ് ശ്രേഷ്ഠതയുടെ മാനദണ്ഡം, അല്ലാതെ അധികാരമോ സമ്പത്തോ അല്ല. ആദരവ് ഒരു മനുഷ്യനെ ഭൂമിയിലെ ഖലീഫയായി പ്രഖ്യാപിക്കുകയും മറ്റെല്ലാ സൃഷ്ടികളെക്കാളും ഉത്കൃഷ്ടമായ പദവി നൽകുകയും ചെയ്തു. ഓരോ മനുഷ്യനും വിലപ്പെട്ടതാണെന്ന ബോധം ഖുർആൻ നൽകുന്നു. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാനവികതയുടെ കാതൽ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക വ്യവസ്ഥയാണ്. നീതി നടപ്പിലാക്കാൻ വേണ്ടി നിലകൊള്ളണമെന്ന് ഒരു മനുഷ്യൻ ആഹ്വാനിക്കുന്നു. അത് സ്വന്തം ഇഷ്ടക്കെതിരാണെങ്കിൽ പോലും സത്യത്തിന് സാക്ഷ്യം വഹിക്കണം. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക എന്ന് ഖുർആൻ പറയുന്നു. അഹിംസയും സമാധാനവും. ഒരു മനുഷ്യനെ അന്യായമായി കൊല്ലുന്നത് ലോകത്തെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അവകാശ സംരക്ഷണം, അനാഥന്റെ അവകാശം, തൊഴിലാളികളുടെ കൂലി, അയൽക്കാരന്റെ കടമ തുടങ്ങി ദുർബല വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കൃത്യമായി പ്രഖ്യാപിച്ചു. ഖുർആനിന്റെ അടിസ്ഥാന പ്രമേയം മനുഷ്യന്റെ മഹത്വമാണ്. സ്നേഹവും ദയവും, മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാനും ബന്ധുക്കളോടും അതിഥികളോടും ദയ കാണിക്കാനും ഖുർആൻ ആവശ്യപ്പെടുന്നു. വിജ്ഞാനത്തിന്റെ പ്രോത്സാഹനം. വായിക്കുക എന്ന ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഖുർആൻ അവതരണം തുടങ്ങുന്നത്. ചിന്തിക്കാനും പഠിക്കാനും ഗവേഷണം നടത്താനും ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിയുടെ ആരാധനയുടെ പുസ്തകം മാത്രമല്ല, അത് മനുഷ്യൻ ആരാണെന്നും അവൻ എങ്ങനെയുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കണമെന്നും പഠിപ്പിക്കുന്ന ഒരു സർവ്വലോക മാർഗരേഖയാണ്. നീതി, സമത്വം, സ്നേഹം, സമാധാനം, ദയ എന്നീ മൂല്യങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് നയിക്കുന്ന ഒരു മാനവികതയുടെ അക്ഷയഖനിയാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഗ്രന്ഥത്തിന്റെ സവിശേഷത ഉൾക്കൊണ്ട് മാനവികതയുടെ യാഥാർത്ഥ്യ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.